അവൾ വേഗം ബാഗെടുത്ത് പോകാൻ നിന്നപ്പോഴാണ് നിലത്ത് വീണ ഫോണും ചാർജറടക്കം സാധനങ്ങൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അവനും അവൾക്ക് ഓരോന്ന് എടുത്തു കൊടുത്തു. ഇതെന്താ ആക്രിക്കടയോ, പലചരക്ക് ബില്ല് വരെ ഉണ്ടല്ലോ, അവൻ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി. അവൾ വേഗം അത് പിടിച്ച് പെറുക്കി ബാഗിലിട്ടു. തൻ്റെ കാൽച്ചുവട്ടി കിടക്കുന്ന സാനിറ്ററി പാഡ് ഒരെണ്ണം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നാ അവൻ അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ വേഗം അത് പിടിച്ചു വലിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. നിന്റെ നോട്ടം കണ്ടാത്തൊന്നും ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന്. ചക്കപ്പോത്തെ, 10 കൊല്ലം മുമ്പ് ഞാൻ നിന്റെ കാമുകനായിരുന്നു എന്ന കാര്യം നീ മറക്കരുത്. അന്ന് നിന്റെ കോപ്പിലെ മൂഡ് സ്വിങ്സ് ഒക്കെ സഹിച്ചത് ഞാനാ. ഫോൺ വിളിക്കുമ്പോൾ പാട്ട് പാട് അമ്മി, എനിക്ക് വയറുവേദനിക്കുന്നു അമ്മി എന്നൊക്കെ പറഞ്ഞു കൊഞ്ചിയത് ഓർമ്മയില്ലേ? ഞാൻ ചോദിക്കാതെ തന്നെ നിന്റെ പീരീഡ് ഡേറ്റ് എന്നോട് തുറന്നു പറഞ്ഞവൾ ആണ് നീ. എന്നെക്കൊണ്ട് പാഡടക്കം വാങ്ങിപ്പിച്ചിട്ടില്ലേ നീ? അതും വെറും 19 വയസ്സ് പ്രായമുള്ള എന്നെ. അന്നേ നീ ഭർത്താവിനെ പോലെ ആക്കി. നിന്റെ അടിമയായിരുന്നു ഞാനെന്ന് ഇപ്പോൾ ആണ് മനസ്സിലായത്. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു തീർത്തതും അവൾ ചമ്മലോടെ അവനെ നോക്കി. അതൊക്കെ പണ്ടല്ലേ, അന്ന് ഞാനും ചെറുതാ, എനിക്കും വലിയ പക്വതൊന്നുമില്ല. അന്നത്തെ കാര്യം ഇന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ വേഗം അവനെ നോക്കി അങ്ങനെ പറഞ്ഞു. നിന്റെ പക്വത കുറവിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു ചെക്കനെ ഷാ വരപ്പിക്കാൻ ഉള്ള കഴിവുണ്ട്, അവൻ കളിയാക്കി പറഞ്ഞു. അവൾ ദേഷ്യത്തിൽ ഇറങ്ങി വണ്ടിയുടെ ഡോർ ശക്തിയിൽ അടച്ചു. ഡി, നിന്റെ അപ്പൻ്റെ വണ്ടിയല്ല, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പൈസ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്. കുറച്ച് മയത്തി പെരുമാറ്, അവൻ അവളെ നോക്കി പറഞ്ഞു. നീ പോടാ, ദേഷ്യത്തിൽ അവനെ നോക്കി പറഞ്ഞ് അവൾ അവിടെ നിന്നും വേഗത്തിൽ നടന്നു പോകുന്നത് നോക്കി നിന്ന് അവൻ ചിരിച്ചു. കുലുങ്ങി കുലുങ്ങി പോകുന്നുണ്ട് രംഭ. അവൻ അവളുടെ പോക്ക് നോക്കി ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. അപ്പോഴാണ് അവൻ സീറ്റിലായി ഒരു കുഞ്ഞു വെള്ള ടവൽ പൊതിഞ്ഞു കിടക്കുന്നത് കണ്ടത്. ഇതവളുടെ ടവലാകും, ബാഗിൽ നിന്ന് വീണതാകും. അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എടുത്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്തോ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ അവന് തോന്നിയത്. അവനത് തുറന്നു നോക്കി. അവൻ്റെ കണ്ണുകൾ വിയസിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് താൻ കൊടുത്ത അത്തർകുപ്പി, അതിൻ്റെ കാൽഭാഗം മാത്രമേ അവൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 10 വർഷമായി അവൾ ഉപയോഗിക്കാതെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവനത് മണത്തു നോക്കി. പഴയ കാലങ്ങളിലേക്ക് തിരിച്ചുപോക്ക് പോയ പോലെ ഇപ്പോൾ താൻ ഉപയോഗിക്കുന്നത് മറ്റു ബ്രാൻഡഡ് പെർഫ്യൂമുകളാണ്. പക്ഷേ ഇപ്പോഴും ഈ പെർഫ്യൂമിൻ്റെ ശേഖരം തൻ്റെ കയ്യിലുണ്ട്. അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന ഈ അത്തർകുപ്പി അവസാനമായി താൻ പോകുന്ന മുമ്പ് അവൾക്ക് കൊടുത്തതാണ്. ഇങ്ങനെയൊരു സാധനം കൊടുത്ത ഓർമ്മയെ തനിക്കില്ല. അവൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവളുടെ ഉള്ളിൽ ഞാനുണ്ട് എന്നല്ലേ? അതെ, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ. അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഫ്ലാറ്റിലേക്ക് കയറിപ്പോയ പെണ്ണിനെ കയറിപ്പിടിച്ച് നിനക്കെന്നെ ഇഷ്ടമാണല്ലേ ഉണ്ടിച്ച് എന്ന് പറയാൻ തോന്നിപ്പോയി. പക്ഷേ വേണ്ട, അവൾ തന്നെ ഇങ്ങോട്ട് പറയും, എനിക്കുറപ്പാണ്. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ ടവലിൽ അത്തർകുപ്പി പൊതിഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിലിട്ടു. തിരിച്ച് അമീറിൻ്റെ ഫ്ലാറ്റിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവൻ്റെ ചുണ്ടിലുടനീളം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൽ കയറിയപ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ജാനി. എന്താണ് സിജോ ഡോക്ടർ വീട്ടിലെ? സമയം വൈകിപ്പോയല്ലോ, അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സിജോ അല്ല, അമീർ ഡോക്ടറാണ് പ്രശ്നം, റോസ് പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. അതെങ്ങനെ? അവൾ ചോദിച്ചു. റോസ് എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. ഈ അമീർ ഡോക്ടർക്ക് എന്താ പ്രശ്നം? കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെയും ചേച്ചിയോട് അമിത സ്വാതന്ത്ര്യം കാണിക്കണോ? ജാനി ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അവൻ പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അതെനിക്ക് ഒന്നുകൂടി ഉറപ്പായി. ഉമ്മ വിളിച്ചാൽ കേട്ടിരുന്നു. എവിടെയോ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോയി, റോസ് പറഞ്ഞു. ചേച്ചിക്ക് വട്ടുണ്ടോ? ചേച്ചി എന്തിനാ അയാളെപ്പറ്റി ഇനി ചിന്തിക്കുന്നത്? ചേച്ചിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാളും 2 വഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സിജോ ഡോക്ടർ കയറി പ്രപ്പോസ് ചെയ്തെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ചേച്ചിയോട് കുശുമ്പ്. ജാനി വിഷയം മാറ്റാൻ എന്ന പോലെ പറഞ്ഞു. എനിക്കും അതാണ് ഷോക്ക്. പക്ഷേ അതൊരു പ്രേമത്തിൻ്റെ പുറത്തുള്ള പ്രപ്പോസൽ ഒന്നുമല്ല, ജസ്റ്റ് എ കാഷ്വൽ പ്രപ്പോസൽ, അത്രയേ ഉള്ളൂ. ഞാൻ നോ പറഞ്ഞപ്പോൾ പോലും ആളുടെ മുഖത്ത് യാതൊരു വിഷമവും ചമ്മലും ഇല്ല, റോസ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു സ്കോപ്പുണ്ട്, ജാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട പൊന്നെ. അല്ല, ഇനി 2 ദിവസം ലീവല്ലേ? നാളെ പോകുന്ന കാര്യം ഡോക്ടറുടെ അടുത്ത് പറഞ്ഞോ? പറയണ്ടേ? ജാനി ചോദിച്ചു. പെണ്ണ് കാണലല്ലേ, ഉറപ്പിച്ചു കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പറയും. ഇനി പറഞ്ഞാൽ എന്നെ രാഗി പറഞ്ഞു വിടും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നീ പറഞ്ഞ പോലെ എല്ലാം നല്ലതിനായിരിക്കും. അതായിരിക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സമയം വിവാഹം നടക്കുന്നത്. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി. ഇനി മുല്ലപ്പെരിയാർ ഡാം തുറക്കരുത്. നമ്മൾ ഇതിൻ്റെ തീരുമാനം നേരത്തെ പറഞ്ഞതാണ്, ജാനി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് മൂളി. അമ്മ വീട്ടിലെത്തിയ ശേഷമാണ് താൻ പാതി സാധനം വാങ്ങിയില്ല എന്ന ബോധമുണ്ടായത്. ഈ പെണ്ണ് കാരണം ഞാൻ എൻ്റെ കാര്യം കൂടി മറക്കാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. ഷവറിൻ്റെ ചൂട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഇന്ന് പതിവിലെ ഉന്മേഷം.
എന്തോ ആളുടെ ഉള്ളിൽ ഞാനുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാവും. കുളി കഴിഞ്ഞ് ഉമ്മയെ വീണ്ടും വിളിച്ചു. റോസിനെ കണ്ടതും അടിയുണ്ടാക്കിയതും ലിയാനെ താനാണ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അടക്കം അവൻ ഉമ്മയോട് വിസ്തരിച്ചു പറഞ്ഞു. പാവം ഉണ്ടുട്ടോ അമ്മി, എൻ്റെ കുട്ടി അടുത്തുണ്ടായിട്ട് നീ എനിക്ക് ഫോൺ സംസാരിക്കാൻ തന്നില്ലല്ലോ. അതിനെ അങ്ങനെ പറഞ്ഞൊന്നും പറ്റിക്കേണ്ട. നീ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. നിന്റെ ഉപ്പ ഇവിടെ കയർ പൊട്ടിക്കുന്നുണ്ട് നിന്നെ കെട്ടിക്കാൻ, ഉമ്മ പറഞ്ഞു. ഉപ്പയോട് സൂചിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ പണിയാവും. ഉമ്മയെ വിശ്വസിച്ചാണ് ഞാൻ ധൈര്യത്തിൽ കോയമ്പത്തൂർ വന്നത്, അമ്മി പറഞ്ഞു. നിനക്കൊരു പെണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെണ്ണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതല്ല എന്നും വെറുതെ സൂചിപ്പിച്ചു. ഉപ്പ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവൻ്റെ ജീവിതം അവൻ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ്. പക്ഷേ നീ വന്നാൽ എന്തായാലും പെണ്ണ് കെട്ടിക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് എല്ലാം തീരുമാനമാക്കിയിട്ട് വന്നാൽ മതി, ഉമ്മ പറഞ്ഞു. മൂത്താപ്പയും എളാപ്പയും സീനാക്കുമോ, അമ്മി ചോദിച്ചു. ഏറിപ്പോയാൽ 2 ആഴ്ച സംസാരിക്കും. പിന്നെ ആര് ഇതൊക്കെ ഓർക്കാനാ? ജീവിക്കേണ്ട നിങ്ങൾ രണ്ടുപേരുമല്ലേ. നിന്റെ ഉപ്പയെ നീ പേടിക്കണ്ട. എനിക്ക് ആളെ വരച്ച് വരെ നിർത്താൻ പറ്റും. ബന്ധുക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരൊന്നും അല്ലല്ലോ അവൾക്ക് ചിലവിന് കൊടുക്കുന്നു നോക്കുന്നതും നീയല്ലേ. നിന്റെ ജീവിതമാണ് മോനെ. നിന്റെ ഇഷ്ടത്തിൽ നടക്കാൻ മാത്രമേ ഉമ്മ ആഗ്രഹിക്കൂ. ഉപ്പയും അങ്ങനെ തന്നെയാ. പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ ഉള്ളിൽ മുഴുവൻ നിന്നോട് സ്നേഹമാണ്, ഉമ്മ പറഞ്ഞു. താങ്ക്സ് ഉമ്മ. ഉമ്മാക്കൊരു ചക്കര ഉമ്മ, ആമി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് കട്ടിൽ കിടന്നു. സോപ്പ് ഇടേണ്ട കുഞ്ഞ, ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ പ്രശ്നം നമുക്കല്ലല്ലോ ഉമ്മ. അവളുടെ വീട്ടുകാർ ഇപ്പോഴും പള്ളിയും ചട്ടക്കൂടും വിട്ടിട്ട് അവളെ എനിക്ക് തരൂല എന്ന് പറയുന്നേ. അവൾ ബൈബിളിൽ സത്യം ചെയ്തു എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും ഉമ്മ. ഓരോ പൊട്ടക്കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഒഴിവാക്കുന്നത്, ആമി ദേഷ്യത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കവളെ റാഞ്ചിക്കൊണ്ട് വരേണ്ടി വരുമോ മോനെ, ഉമ്മ ചോദിച്ചു. നല്ല ബെസ്റ്റ് ഉമ്മ. ഇതുപോലെയുള്ള ഐഡിയ തന്നെ മോന് പറഞ്ഞു കൊടുക്കണം. എന്തായാലും എൻ്റെ ഉള്ളിൽ ഒരു പ്ലാനുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും എൻ്റെ കൂടെ ഉമ്മ നിൽക്കില്ലേ, അമ്മി ചോദിച്ചു. എന്താടാ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഉപ്പാക്കും അടി കിട്ടുന്ന പണിയാണോ, ഉമ്മ വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ ജീവനോടെ ഉണ്ടാവുമ്പോൾ നിങ്ങളെ ആരും തൊടില്ല, പേടിക്കേണ്ട, അമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ ഇന്ന് പതിവിലും തിരക്കുണ്ടായിരുന്ന അമീറിന്. അതുകൊണ്ട് തന്നെ അവന് അവളെ കാണാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിലും അവൻ ചുറ്റും അവളെ നോക്കുന്നുണ്ട്. എന്താടാ വെട്ടി വിഴുങ്ങാൻ നോക്ക്, ടിയ പറഞ്ഞു. അവൾക്ക് എവിടെയടി ഇന്ന് ഡ്യൂട്ടി? ഇന്ന് കാണാനേ ഇല്ലല്ലോ. തിന്നാൻ പോലും സമയം കൊടുക്കാതെ എൻ്റെ പെണ്ണിനെ ആരാണ് പണിയെടുപ്പിക്കുന്നത്? ക്ഷീണിച്ചു പോവും പാവം, ആമി ചുറ്റും നോക്കി പറഞ്ഞു. ഇത് കുറച്ച് ഓവറല്ലേ അമ്മി? നീ ശരിക്കും മറ്റേ കലിപ്പൻ കാന്താരി ആവുന്നുണ്ട്. ഇന്നലെ അവളെ ചീത്ത പറഞ്ഞിട്ട് ഇന്നിതാ അവൾ ക്ഷീണിച്ചു പോകും പോലും. ഒരു കെയറിങ് ഏട്ടായി, ലിയാന പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്നോട് പറയാതെ അവൻ്റെ കൂടെ പോയിരിക്കുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവൾക്ക് വരാൻ ജാടയാണ്. പെട്ടെന്ന് അവൻ്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. പിന്നെ അവൻ്റെ ഉള്ളിലിരിപ്പോൾ എനിക്കറിയാലോ. അവൻ ക്യാപ്പ് കിട്ടിയപ്പോൾ അവളെ കയറി പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് പെങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊരു പേരും അമ്മ പല്ല് പൊടിച്ചുകൊണ്ട് പറഞ്ഞു. റിയലി? ശരിക്കും സിജോ ഡോക്ടർ ഒന്നും ഒരാളെ പോലും മൈൻഡ് ചെയ്യാത്ത പുള്ളിയാ. ആൾ പ്രപ്പോസ് ചെയ്തു എങ്കിൽ ഷീ ഈസ് സ്പെഷ്യൽ. ശരിക്കുള്ളത് പറയട്ടെ, ഇന്നലെ അവരെ കണ്ടപ്പോൾ ശരിക്കും ഒരു ന്യൂലി മാരീഡ് കപ്പിൾ ലുക്ക് ഉണ്ടായിരുന്നു. അമ്മി ദേഷ്യത്തിൽ അവളെ നോക്കി. അപ്പോൾ എൻ്റെ കൂടെയോ, അവൻ ചോദിച്ചു. നീ ഒരു ചോക്ലേറ്റ് ബോയ്, സിജോ ഡോക്ടർ ഒരു മെച്ചോർഡ് മാൻ. പിന്നെ റോസ് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. ക്യൂട്ട്, ഹോട്ട്, മെച്ചോർഡ്, അങ്ങനെ എല്ലാം കൂടി മിക്സായ രൂപം, ലിയ പറഞ്ഞു. ഷീസ് മൈൻ. അവളെ നോക്കി വാശി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന അവനെ കണ്ട് അവൾക്ക് ചിരി വന്നു. ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി കയറിയപ്പോൾ അവന് ശരിക്കും അസ്വസ്ഥതയായിരുന്നു. ഒന്നാമത് ലിയ പറഞ്ഞതൊക്കെ അവൻ്റെ കോൺഫിഡൻസ് കളഞ്ഞു. ഈവനിങ് ടീ ബ്രേക്കിൽ വാഷ്റൂമിൽ പോയപ്പോൾ അവൻ അവിടെ കണ്ണാടിയിൽ ഒന്ന് നോക്കി. 6 അടി തികച്ചില്ലെങ്കിലും അത്യാവശ്യം ഉയരം ജിം ബോഡിയും തനിക്കുണ്ട്. ഉള്ളുള്ള കറുത്ത മുടിയും ട്രിം ചെയ്ത താടിയുമുണ്ട്. റോസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവളേക്കാൾ നിറവും പ്രായം എനിക്ക് തന്നെ തോന്നുള്ളൂ. പിന്നെ എന്താ ഞാനും അവളും തമ്മിൽ ചേർച്ചക്കുറവ്? അവളൊരു കൊച്ചു സുന്ദരിയാണെങ്കിൽ ഞാനും ഒരു മൊഞ്ചൻ തന്നെയാണല്ലോ. മെച്യൂരിറ്റി കുറവുണ്ടോ ഇനി? അവൻ താടി പിടിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ പെട്ടെന്നാണ് വാതി തുറന്ന് സിജോ ഡോക്ടർ വന്നത്. ഓ ഹായ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമീറിൻ്റെ ഉള്ളിൽ റോസ് പറഞ്ഞ കാര്യമാണ് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ ലിയ പറഞ്ഞ കമ്പാരിസൺ. അവൻ എന്തോ ദേഷ്യം തോന്നി. എന്താ അമ്മി ഡോക്ടർ, എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിജോ കൈകഴുകിയ ശേഷം തന്നോട് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആമീറിനെ നോക്കി ചോദിച്ചു. ഡോക്ടർ ഇനി റോസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട, ആമി കൈ രണ്ട് നെഞ്ചിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു. സിജു ഒരു മുഖവരമില്ലാതെ അവൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടി. പിന്നെ ഇവർ ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് റോസ് ഇന്നലെ പറഞ്ഞു വേണം എന്ന് ഓർത്തുപോയി. ഓ ഏടോ, അത് ഞാൻ തൻ്റെ ഫ്രണ്ടിനെ പറ്റിക്കാനൊന്നുമല്ല, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാ, അവൻ പറഞ്ഞു തീരുന്ന മുമ്പ് അമ്മി കൈകൊണ്ട് നിർത്താൻ ആംഗ്യം കാണിച്ചു. ഇനി അവളോട് ഇഷ്ടം പറഞ്ഞു ചെല്ലേണ്ട, അത്രയും പറഞ്ഞു പോകാൻ നിന്നവൻ്റെ
വലത് കൈയിൽ സിജോ പിടിച്ചു നിർത്തി. ആമി ഒരു പുരികമുയർത്തി അവനെ നോക്കി. ഇത് വെറും ഒരു ഫ്രണ്ടിന്റെ പ്രൊട്ടക്ഷനായിട്ട് തോന്നിയില്ലല്ലോ? സിജോ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ആമി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ സിജോ ഞെട്ടലോടെ കൈവിട്ടു. ആമി ദീർഘനിശ്വാസം എടുത്തു. അമീറും അവളും തമ്മിലുള്ള കഥ ഒരു ചെറിയ രീതിയിൽ അവനോട് മുഴുവൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കെട്ടി കിളിപ്പോയ പോലെ നിന്നു സിജോ. ഒരു 10 വർഷത്തിന്റെ പ്രണയപഴക്കമൊന്നും അവൻ പ്രതീക്ഷിച്ചില്ല. ഇനി സിജോ ഡോക്ടർ പറ, ഞാനെന്താ ആ പൊട്ടിപ്പെടിന് ചെയ്യണ്ടേ? അവൻ ചോദിച്ചപ്പോൾ സിജോ ചിരിച്ചു. എടോ, തനിക്ക് നാളെ അവളുടെ പെണ്ണ് കാണലാണ് എന്നറിയോ? സിജോ ചോദിച്ചു. ആമീർ ഞെട്ടലോടെ അവനെ നോക്കി. തന്നോട് പറഞ്ഞില്ല അല്ലേ തന്നെക്കാൾ ഫാസ്റ്റാണ് തൻ്റെ പെണ്ണ്? താൻ ലിയായി വിവാഹം കഴിക്കുകയാണെന്ന് കരുതിയിട്ടാവും പുള്ളിക്കാരി പെണ്ണ് കാണലിന് സമ്മതം പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഇന്ന് വൈകുന്നേരം ആൾ ട്രെയിൻ കയറി കോട്ടയത്ത് പോയിട്ടുണ്ടാവും. ഇനി മറ്റന്നാൾ ദീപാവലിക്ക് പ്രതീക്ഷിച്ചാൽ മതി. സിജോ പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോര തൊട്ട് എടുക്കാൻ പോകുന്ന പോലെ വിളറ് വെളുത്ത പോലെ നിൽക്കുന്നു. ഇനി മറ്റന്നാൾ ദീപാവലിക്ക് പ്രതീക്ഷിച്ചാൽ മതി. സിജോ പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോര തൊട്ട് എടുക്കാൻ പോകുന്ന പോലെ വിളറ് വെളുത്ത പോലെ നിൽക്കുന്നു. അവന് അവളോടുള്ള ദേഷ്യവും വിഷമവും തോന്നി. ഇന്ന് അവളെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് അവനിപ്പോൾ മനസ്സിലായി. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അവൻ്റെ തോളിൽ സിജോ കൈയിട്ടു. നാളെ വെറും ഒരു പെണ്ണ് കാണലാണ്. അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് തന്നെ വരും. ഇത്രയും കൊല്ലം നിങ്ങൾ കാത്തിരുന്ന് പ്രണയിച്ചതല്ലേ? അപ്പോൾ ഒരു 2 ദിവസം കൂടി ക്ഷമിക്ക്. സിജോ പറഞ്ഞപ്പോൾ ആമീർ കഷ്ടപ്പെട്ട് ഒരു ചിരി നൽകി. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും അമീറിൻ്റെ ഉള്ളിൽ പേടി കുടുങ്ങി. ഒരുപക്ഷെ അവൾ കല്യാണം കഴിഞ്ഞ് പോകുമോ എന്നോടുള്ള വാശിക്ക്. ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ ഫോണെടുത്ത് വിളിച്ചാലോ കരുതി. വേണ്ട, അവളുടെ വീട്ടുകാരുടെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും റിസ്ക് എടുത്ത് വിളിക്കരുത്. നാളെ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ അവൾ വരുമല്ലോ, അപ്പോൾ സംസാരിക്കാം. അവളുടെ അഹങ്കാരം തന്നെ മാറ്റിക്കൊടുക്കാം. ആമി മനസ്സിൽ പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലായിരുന്നു റോസ്. നാളത്തെ പെണ്ണുകാണൽ ഒട്ടും താല്പര്യമില്ലെങ്കിലും വീട്ടുകാർക്ക് വേണ്ടി വേഷം കെട്ടി നിൽക്കാൻ അവൾ തയ്യാറായിരുന്നു. 2 ദിവസങ്ങൾ 2 യുഗങ്ങൾ പോലെ തോന്നിയ അമീറിന് ദീപാവലി പ്രോഗ്രാം വൈകുന്നേരം ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ഹോട്ടലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈവനിങ് 6 മണിക്ക് മുമ്പ് അവിടെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് എത്തണം. ഹോസ്പിറ്റൽ സർവീസ് 24 hours ആയതുകൊണ്ട് എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെ ടൈം ഷെഡ്യൂൾ ചെയ്ത് എല്ലാവരെയും ഉൾപ്പെടുത്തും. അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വക ഇന്ന് എല്ലാവർക്കും ഓരോ സീറ്റ് ബോക്സ് കിട്ടി. ഒപ്പം സാലറിയുടെ കൂടെ ദീപാവലി ബോണസും. പകല് റോസ് വന്നിട്ടില്ല. അവൻ രണ്ടും കൽപ്പിച്ച് നഴ്സുമാരുടെ അടുത്ത് കത്തിയടിച്ചു നിൽക്കുന്ന ജാനിയുടെ അടുത്തേക്ക് പോയി. ജാനി സിസ്റ്റർ, ഒന്ന് ഇങ്ങോട്ട് വരൂ. അവൾ അമീറിനെ കണ്ടപ്പോൾ പേടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. അതെ, റോസ് ഇന്ന് എന്താ വരാത്തെ? പ്രോഗ്രാമിനും വരില്ലേ? മടിയോടുകൂടി അമീർ ചോദിച്ചു. ചേച്ചി സ്റ്റേഷനിൽ എത്താൻ തന്നെ 4 മണിയാവും. എന്തായാലും പ്രോഗ്രാമിന് റെഡിയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജാനി പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നും പോയി. കൺവെൻഷൻ സെൻറ്റർ നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കരിനീല ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചുകൊണ്ടാണ് അമി വന്നത്. അവൻ്റെ ഒപ്പം തന്നെ റെഡ് ജുബയും മുണ്ടും ഇട്ടുകൊണ്ട് സിജോയും വന്നു. എല്ലാ പെൺപടകളും യുവമിഥുനങ്ങളായ ഡോക്ടറിനെ വായി നോക്കുകയാണ്. ലിയാനയോടും മറ്റു ഡോക്ടർമാരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും അമീറിൻ്റെ കണ്ണ് നഴ്സുമാരുടെ കൂട്ടത്തിലാണ്. സ്റ്റേജിലൊരു ഇൻട്രോ സ്പീച്ചും ദീപാവലി ഗെയിമും ഒക്കെ തുടങ്ങി. ജാനി സിസ്റ്റർ നടത്തുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണ് അടുത്തത്. റോസിനെ കാണാത്ത വിഷമത്തിൽ ഇൻസ്റ്റഗ്രാമിൽ തോണ്ടിക്കളിക്കുകയാണ് ആള്. പെട്ടെന്നാണ് സിജോ അവൻ്റെ തോളിൽ കുത്തിയത്. ഫോണിൽ നിന്നും അവൻ സ്റ്റേജിലേക്ക് ദൃഷ്ടി പായിച്ചതും കണ്ടു. ഒരു സിമ്പിൾ കേരള സാരിയിൽ മിനിമൽ ലുക്കിൽ ഒരുങ്ങി നിൽക്കുന്ന പെണ്ണിനെ.